ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 8 വാക്യം. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവെ, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഈ നോമ്പുകാലത്ത് നമുക്ക് ധ്യാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് സക്കേവൂസ്. സക്കേവൂസിനുണ്ടായ മാനസാന്തരം. ആ മാനസാന്തരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സക്കേവൂസിനുണ്ടായ മാറ്റം അത് പ്രകടമായി. അത് അവന്റെ ചുറ്റുമുള്ള സമൂഹത്തിന് അനുഭവവേദ്യമായി എന്നുള്ളതാണ്. നോമ്പുകാലം നമ്മെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള സമയമാണ്. അപ്പൊ അതെങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ, സക്കേവൂസിനെ പോലെ ആയിരിക്കണം. സക്കേവൂസിന്റെ അനുഭവം നമുക്കറിയാം. സക്കേവൂസ് ഈശോയെ കാണാൻ വേണ്ടി സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഈശോ ആ വഴിയിലൂടെ കടന്നു വരുന്നു. സിക്കമോർ മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി, സക്കേവൂസെ, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങി വന്ന് ഈശോയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ആ ഈശോയെ കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് സക്കേവൂസിന്റെ ദിവികാരുണ്യ സ്വീകരണമായിട്ട്, കുർബാന സ്വീകരണമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ, പിന്നീട് എന്താണ് സക്കേവൂസിന് സംഭവിക്കുന്നത്? ഈശോയും കൊണ്ട് അവൻ വീട്ടിലേക്ക് ചെല്ലുന്നു. വലിയൊരു ജനക്കൂട്ടം ഈശോടൊപ്പം ഉണ്ട്, ശിഷ്യന്മാരുണ്ട്, വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിക്കുന്നുണ്ട്. അവരെല്ലാവരും സക്കേവൂസിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന സമയത്താണ് സക്കേവൂസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, കർത്താവിന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. അത് സക്കേവൂസിന്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് ആ മാറ്റം അനുഭവവേദ്യമാകാണ്. പലപ്പോഴും നമ്മളൊക്കെ അറിയാം, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, കുമ്പസാരിക്കുന്നു, കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നു. ഈ നോമ്പുകാലത്ത് ഒരുപാട് ത്യാഗപ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് മാറ്റമുണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എൻ്റെ ചുറ്റുമുള്ളവർക്ക് അത് അനുഭവവേദ്യമാകുന്നില്ല. എന്നാൽ നോമ്പുകാലത്ത് നമുക്കുണ്ടാകുന്ന ഇത്രയും മാറ്റങ്ങൾ അത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അനുഭവവേദ്യമാകണം. ഇവൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ഇവൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, കുമ്പസാരിച്ചു, കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതിന്റെ മാറ്റം ദേ അവളിൽ പ്രകടമാണ്. അവൾ കുറെ കൂടെ സ്നേഹിക്കുന്നു, അവൻ ദേ കുറെ കൂടെ സ്നേഹിക്കുന്നു, ക്ഷമിക്കുന്നു, വിട്ടുകൊടുക്കുന്നു, എളിമപ്പെടുന്നു. മാറ്റം പ്രകടമാകണം. നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് മാറ്റം പ്രകടമാകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അത് അനുഭവവേദ്യമാകുന്നില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരാൾ, ആത്മാർത്ഥമായി ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് മാറ്റം പ്രകടമായിരിക്കണം. അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണം. അപ്പോഴാണ് അത് ക്രിസ്തുവിന് സാക്ഷ്യമായിട്ട് തീരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ, മരുമക്കളെ, നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെയൊക്കെ കൂടുതൽ സ്നേഹിക്കാനും അവരെ ചേർത്ത് നിർത്താനും അവരോട് ക്ഷമിക്കാനും അവരോട് കരുണ കാണിക്കാനും തയ്യാറാകുമ്പോൾ എല്ലാവരും പറയില്ലേ, എന്തോ വലിയൊരു മാറ്റം അവനിൽ സംഭവിച്ചിരിക്കുന്നു. ചിലപ്പോഴൊക്കെ ഒരു വാർഷിക ധ്യാനത്തിൽ പങ്കെടുത്ത്, ഏതെങ്കിലുമൊക്കെ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു വരുന്ന പലരിലും വലിയ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ മാറ്റം നമുക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ആ മാറ്റങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇല്ലാതാകുന്നുമുണ്ട്. പക്ഷേ ഈ നോമ്പുകാലം നമുക്ക് കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണാം. നമ്മൾ നോമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. പക്ഷെ എന്നിൽ മാറ്റമുണ്ടാകണം, പ്രകടമായ മാറ്റമുണ്ടാകണം. അതെന്റെ ചുറ്റുമുള്ളവർക്ക് അനുഭവവേദ്യമാകണം. സക്കേവൂസിനെ പോലെ നമ്മളിങ്ങനെ കുറെ പിടിച്ചു വെച്ചിട്ടുണ്ട്, സക്കേവൂസിനെ പോലെ കൊടുക്കാതെ. അത് പണം മാത്രമല്ല, അത് സമ്പത്തുണ്ടാകാം, സ്നേഹമുണ്ടാകാം, മറ്റുള്ളവരോട് ക്ഷമിക്കാനുണ്ടാകാം, പലതും നമ്മൾ പിടിച്ചു വെച്ചിരിക്കുക. സക്കേവൂസിനെ പോലെ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാം. എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടാകും. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതൊക്കെ നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടാകും. അത് സ്നേഹമാകാം, ബഹുമാനമാകാം, സമ്പത്താകാം, മറ്റു പലതുമാകാം. അതെല്ലാം ഈ നോമ്പുകാലത്ത് നമുക്ക് മറ്റുള്ളവർക്ക് അങ്ങോട്ട് കൊടുത്താലോ? അപ്പോൾ നമ്മിലുണ്ടാകുന്ന ആ മാറ്റം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകും. അത് ക്രിസ്തുവിന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സാക്ഷ്യം കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ നോമ്പുകാലം അവസാനിക്കുമ്പോഴേക്കും നമ്മളൊരു പുതിയ മനുഷ്യനാകണം.
നമ്മിൽ മാറ്റം പ്രകടമാകണം. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കെങ്കിലും, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഇവനിൽ അല്ലെങ്കിൽ ഇവളിൽ മാറ്റമുണ്ട് എന്നുള്ളത് പ്രകടമാകണം. അത് വലിയ മാറ്റമായിരിക്കും. അല്ലാതെ 50 ദിവസം നമ്മൾ ഇറച്ചി മാംസങ്ങളൊക്കെ ഉപേക്ഷിച്ച് നോമ്പുകാലം ഫലപ്രദമായി എന്ന് ധരിച്ചു വെക്കുകയല്ല വേണ്ടത്. മറിച്ച് കൂടുതൽ സ്നേഹിക്കാനും, കൂടുതൽ ക്ഷമിക്കാനും, കൂടുതൽ വിട്ടുകൊടുക്കാനും, കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി സമയം വ്യയം ചെയ്യാനുമായിട്ടുള്ള ഏറ്റവും നല്ല ദിവസങ്ങളാണ്. ആ രീതിയിൽ തന്നെ അതിനെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.